മലയാളികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് മോഹൻലാലിൻ്റേത്. സമീപകാലത്ത് മോശം സിനിമകളിലൂടെയും പ്രകടനങ്ങളിലൂടെയും നിരവധി വിമർശനങ്ങൾ മോഹൻലാൽ ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ മികച്ച സിനിമകളാണ് ഇനി മോഹൻലാലിൻ്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. 2025-ൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റും റിലീസ് തീയതിയും പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ്. ബറോസ്, തുടരും, ഹൃദയപൂർവ്വം, വൃഷഭ, എമ്പുരാൻ തുടങ്ങിയ സിനിമകളുടെ റിലീസ് തീയതിയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്ന ചിത്രമാണ് ബറോസ്. ഒരു ഫാന്റസി ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം വലിയ ബഡ്ജറ്റിൽ 3Dയിലാണ് റിലീസിനൊരുങ്ങുന്നത്. ചിത്രം ഡിസംബർ 25-ന് തിയേറ്ററിലെത്തും. മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിനായി സന്തോഷ് ശിവൻ ക്യാമറയും സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്നു. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തുന്നുവെന്ന പ്രത്യേകതയുമായിട്ടാണ് തരുൺ മൂർത്തി ചിത്രം തുടരും റിലീസിനൊരുങ്ങുന്നത്. 2025 ജനുവരി 30-ന് ചിത്രം തിയേറ്ററിലെത്തും. ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ 2 പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2ാം ഭാഗമായി ഒരുങ്ങുന്ന എമ്പുരാനിൽ വലിയ പ്രതീക്ഷകളാണ് മോഹൻലാൽ ആരാധകർക്കുള്ളത്. 2025 മാർച്ച് 27-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ കോംബോയായ സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. ഹ്യൂമറിന് പ്രധാനമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം. ചിത്രം ഓഗസ്റ്റ് 28-ന് തിയേറ്ററിലെത്തും. നൈറ്റ് ഷിഫ്റ്റ് എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയ TP സോനുവാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത്. 9 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ചിത്രമാണിത്. 2015-ൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ ഒടുവിലായി പുറത്തിറങ്ങിയത്. നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലായിരിക്കും റിലീസിനെത്തുക. AVS സ്റ്റുഡിയോസിന്റെ ബാനറിൽ അഭിഷേക് വ്യാസ്, പ്രവീർ സിംഗ്, ശ്യാം സുന്ദർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒക്ടോബർ 16-ന് ചിത്രം തിയേറ്ററിലെത്തുമെന്നാണ് പുതിയ വിവരം. 200 കോടി മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ചിത്രം ഇമോഷണൽ ഡ്രാമ ജോണറിൽ പെടുന്ന ഒരു അച്ഛനും മകനും ഇടയിലുള്ള ബന്ധം പശ്ചാത്തലമാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട്.